നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൻസാസിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസ് യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററെ കൂട്ടിയിടിച്ച് പൊട്ടോമിക് നദിയിൽ വീണ് 19 മൃതദേഹം ഇതുവരെ കണ്ടെടുത്തു. US ഫിഗർ സ്കേറ്റിംഗ് ടീമിലെ അത്ലറ്റുകളും പരിശീലനം ഉൾപ്പെടെ വിമാനത്തിൽ 60 യാത്രക്കാർ. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ത്യയിൽ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30ആയി. പരിക്കേറ്റത് 60 പേർക്ക്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3-അംഗ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഫ്രഞ്ച് ആൽപ്സിൽ ഹിമപാതത്തിൽ 5 സ്കീമർ മരിച്ചു. 4 നോർവീജിയൻകാരും 1 സ്വിസ് പൗരനുമാണ് കൊല്ലപ്പെട്ടത്. എയർ ഇന്ത്യ കൊച്ചി ലണ്ടൻ നേരിട്ടുള്ള വിമാന സർവീസ് വരുന്ന ഏപ്രിൽ 1 മുതൽ റദ്ദാക്കാനൊരുങ്ങിയ എയർ ഇന്ത്യ നിലപാടിനെതിരെ പ്രവാസികളുടെ പ്രതിഷേധം രൂക്ഷം. കണ്ണിച്ചോരയില്ലാത്ത എയർ ഇന്ത്യ എന്ന് പ്രവാസികൾ. റോസ്ലെയർ യൂറോപ്പോർട്ടിൽ കണ്ടെയ്നറിൽ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 6 അഭയാർത്ഥികൾക്ക് പ്രവേശന അനുമതി നിഷേധിച്ച എയർലൈൻ. ലിബിയൻ യുദ്ധപ്രഭുവിനെ തിരിച്ചയച്ചതിൽ അന്വേഷണം നേടുകയാണ് താനെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. വിമത നേതാവ് അഹമ്മദ് അൽ ഷറ സിറിയയുടെ ട്രാൻസിഷണൽ പ്രസിഡന്റായി ചുമതലയേറ്റു. ഗോണ്ടിനാമോ ബേയിൽ കുടിയേറ്റ തടങ്കൽ കേന്ദ്രം തുറക്കാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ്. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലക്കുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വിശദീകരണം നൽകി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. വാർത്തകൾ വിശദമായി. US തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് നദിയിൽ വീണ സംഭവത്തിൽ 19 മൃതദേഹം ഇതുവരെ കണ്ടെടുത്തു. പൊട്ടോമിക് നദിയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റീഗൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്താണ് അപകടം. കൻസാസിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൽ 60 യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ട സൈനിക ഹെലികോപ്റ്ററിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. കൻസാസിലെ വിജിതയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. US ഫിഗർ സ്കേറ്റിംഗ് ടീമിലെ അത്ലറ്റുകളും പരിശീലകരും ഉൾപ്പെടെ ടീമിലെ നിരവധി അംഗങ്ങൾ വിമാനത്തിലുണ്ടായിരുന്നത് സ്ഥിരീകരിച്ചു. വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരും സൈനിക ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നതെന്ന് അമേരിക്കൻ വ്യോമയാന അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30ആയി. 60 പേർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടായതിന് പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനക്കൂട്ടം നിയന്ത്രിക്കൽ, ഗതാഗത കുരുക്ക് തടയൽ, ഭക്തജന തിരക്ക് തടയൽ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം എന്നിവ സംബന്ധിച്ച കടുത്ത മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3-അംഗ ജുഡീഷ്യൽ അന്വേഷണത്തിന് ആദിത്യനാഥ് ഉത്തരവിട്ടു. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ചീഫ് സെക്രട്ടറിയും DGPയും സ്ഥലം സന്ദർശിക്കും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 25 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ആൽപ്സിൽ ഹിമപാതം ഉണ്ടായതിനെ തുടർന്ന് 5 സ്കീയർമാർ മരിച്ചു. 4 നോർവീജിയൻകാരും 1 സ്വിസ് പൗരനുമാണ് മരിച്ചത്. സവോയി, ഹൗട്ട് സവോയി മേഖലകളിലാണ് അപകടം നടന്നത്. തെക്ക് കിഴക്കൻ സവോയി മേഖലയിൽ മഞ്ഞ് നിറഞ്ഞ പ്രവാഹത്തിൽ ഇവർ ഒലിച്ചു പോകുകയായിരുന്നു. ഹൗട്ട് സവോയി മേഖലയിലെ ചമോനിക്സിന് സമീപമുള്ള മറ്റൊരു ഹിമപാതത്തിൽ സ്വിസ് സ്കീയർ കൊല്ലപ്പെട്ടതായി ബോണവില്ലിലെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു. ഇറ്റലിയുടെ അതിർത്തിയിലുള്ള വാൾസിൻഡിസിലെ ഹിമപാതത്തിൽ കുടുങ്ങിയ 7 സ്കീയർമാരുടെ സംഘത്തിന്റെ ഭാഗമായിരുന്നു മരിച്ച നോർവീജിയൻകാർ. 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയായിരുന്നു. എയർ ഇന്ത്യ കൊച്ചി ലണ്ടൻ നേരിട്ടുള്ള വിമാന സർവീസ് വരുന്ന ഏപ്രിൽ 1 മുതൽ റദ്ദാക്കാനൊരുങ്ങിയ എയർ ഇന്ത്യയുടെ കണ്ണിച്ചോരയില്ലാത്ത നടപടിക്കെതിരെ പ്രവാസികളുടെ പ്രതിഷേധം രൂക്ഷം. UK പ്രവാസികളിൽ ഈ തീരുമാനം ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. പ്രവാസികളുടെ ഏറെ ആശ്രയമായ കൊച്ചി ലണ്ടൻ സർവീസ് നടത്താൻ വിമാനമില്ലെന്ന മുട്ടാപ്പോക്ക് നയമാണ് എയർ ഇന്ത്യയുടേത്. അവസാന വിമാനം മാർച്ച് 28-ന് ഈ റൂട്ടിൽ സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഈ അനീതിക്കെതിരെ പോരാടാനായി UK-യിലുള്ള എല്ലാ മലയാളികൾക്കുമൊപ്പം ഒരു ക്യാമ്പിന് തുടക്കമിട്ടിരിക്കുകയാണ് ആനന്ദ് TV. ബ്രിട്ടനിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ ടെസ്കോ സ്റ്റോറുകളിൽ നിന്നും ഹെഡ് ഓഫീസിൽ നിന്നും 400ഓളം ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന റിപ്പോർട്ട്. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. ലേബർ സർക്കാരിന്റെ സാമ്പത്തിക നിലപാടുകളുടെ തിരിച്ചടിയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സെയിൽസ്ബറി സൂപ്പർ മാർക്കറ്റ് കമ്പനി 3000 ജീവനക്കാരെ കുറിക്കാൻ പദ്ധതിയിട്ടത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഒക്ടോബറിൽ ലേബർ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തൊഴിലുടമയുടെ സാമൂഹിക സുരക്ഷാ പേയ്മെന്റുകളും ദേശീയ മിനിമം വേതനവും പ്രഖ്യാപിച്ച ശേഷം ബ്രിട്ടീഷ് കമ്പനികളും പ്രത്യേകിച്ച് വൻകിട തൊഴിലുടമകളും ഈ വർദ്ധിച്ച ചെലവ് അഭിമുഖീകരിക്കുകയാണ്. ജീവനക്കാർക്ക് ബദൽ സംവിധാനം കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് ടെസ്കോ പറയുന്നത്. റോസ്ലെയർ യൂറോപ്പോർട്ടിൽ കണ്ടെയ്നറിൽ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 6 അഭയാർത്ഥികൾക്ക് പ്രവേശന അനുമതി നിഷേധിച്ച അയർലൻഡ്. ഫ്രാൻസിലെ ഡൺകിർക്കിൽ നിന്നും കപ്പലിലെത്തിയ കൗമാരക്കാരടക്കമുള്ള അഭയാർത്ഥികളെ കഴിഞ്ഞ ദിവസമാണ് തുറമുഖത്തെ കണ്ടെയ്നറിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 4 ദിവസമായി ഇവർ ഇതിൽ കഴിയുകയായിരുന്നു. 16-നും 23-നും ഇടയിൽ പ്രായമുള്ള 9 പേരാണ് കണ്ടെയ്നറിലുണ്ടായിരുന്നത്. എല്ലാവരും കിഴക്കൻ ആഫ്രിക്കക്കാരാണ്. ലിബിയൻ യുദ്ധപ്രഭുവിനെ തിരിച്ചയച്ചതിൽ അന്വേഷണം നേടുകയാണ് താനെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വെളിപ്പെടുത്തി. ലിബിയയിലെ ജുഡീഷ്യൽ പോലീസ് മേധാവി ഒസാമ നജീബിന്റെ കേസുമായി ബന്ധപ്പെട്ട്
കുറ്റകൃത്യത്തിനും തട്ടിപ്പിനും ഇയാൾ സഹായിച്ചെന്ന് സംശയിക്കുന്നതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. തുടർന്ന് യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ICC തിരയുന്ന ഒസാമ നജിന്റെ വിവാദമോചനത്തെക്കുറിച്ച് റോം പ്രോസിക്യൂട്ടർ അന്വേഷണവും ആരംഭിച്ചു. ക്യാപിറ്റൽ കലാപത്തിന്റെ പേരിൽ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തതിന് കേസ് തീർപ്പാക്കാൻ ട്രംപിന് $25 മില്യൺ നൽകാമെന്നൊടുവിൽ മെറ്റ സമ്മതിച്ചു. ജനുവരി 6 US ക്യാപിറ്റോളിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം തന്റെ അക്കൗണ്ടുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് മെറ്റയ്ക്കെതിരെ ട്രംപ് 2021 കേസെടുത്തതിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. US റിപ്പോർട്ട് അനുസരിച്ച് സെറ്റിൽമെന്റിന്റെ ഭൂരിഭാഗവും ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ലൈബ്രറിയുടെ ഫണ്ടിലേക്ക് പോകും. ബാക്കിയുള്ളത് നിയമപരമായ ഫീസായും കേസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റ് വാദികൾക്കും നൽകും. വിമത നേതാവ് അഹമ്മദ് അൽ ഷറ സിറിയയുടെ ട്രാൻസിഷണൽ പ്രസിഡന്റ് ചുമതലയേറ്റു. അസദിനെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഗ്രൂപ്പിന്റെ മുൻ നേതാവിന്റെ നിയമനം രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടെയാണ്. ഡിസംബർ 1 മുതൽ രാജ്യത്തിന്റെ യഥാർത്ഥ തലവനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഹമ്മദ് അൽ ഷറയുടെ നിയമനം ബുധനാഴ്ച നടന്ന വിമത നേതാക്കളുടെ യോഗത്തിന് ശേഷമാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സിറിയൻ പാർലമെന്റ് പിരിച്ചുവിടൽ, നിയുക്ത നിയമനിർമ്മാണ സമിതിയുടെ രൂപീകരണം, 2012 രാജ്യത്തിന്റെ ഭരണഘടന റദ്ദാക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളും യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചു. ഒപ്പം സിറിയയുടെ പഴയ സൈനിക സുരക്ഷാ ഏജൻസികളെ പിരിച്ചുവിടുമെന്നും പുതിയ സുരക്ഷാ സ്ഥാപനങ്ങളും സൈന്യവും രൂപീകരിക്കുമെന്നും സൂചനയുണ്ട്. ഗോണ്ടനാമോ ബേയിൽ കുടിയേറ്റ തടങ്കൽ കേന്ദ്രം തുറക്കാൻ ട്രംപ് ഉത്തരവിട്ടു. ക്യൂബയിലെ US നാവികത്താവളത്തിൽ 30,000 കുടിയേറ്റക്കാരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. അമേരിക്കൻ ജനതയെ ഭീഷണിപ്പെടുത്തുന്ന ക്രിമിനലുകളെ തടങ്കലിൽ വയ്ക്കുന്നതിന് പ്രത്യേക തടങ്കൽ കേന്ദ്രം തുടങ്ങാൻ പെന്റഗണിനും ആഭ്യന്തര സുരക്ഷാ വകുപ്പിനും ട്രംപ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ശനിയാഴ്ചത്തെ അന്തിമ സമയപരിധിക്ക് മുമ്പ് താരിഫുകൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് ട്രംപിന്റെ പ്രതിനിധി ഹൊവാർഡ് ലുട്നി വ്യക്തമാക്കി. അമേരിക്കൻ സെനറ്റ് സ്ഥിരീകരണ ഹിയറിംഗിൽ ശതകോടീശ്വരനായ വാൾസ്ട്രീറ്റ് CEO ലുട്നിക് അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങൾ പരസ്പരം പുനഃസ്ഥാപിക്കുന്നതിന് രാജ്യങ്ങൾ തോറും ബോർഡ് താരിഫ് പിന്തുടരാൻ ട്രംപിന് ഉപദേശിച്ചതായാണ് സൂചന നൽകിയത്. കാനഡയിലും മെക്സിക്കോയിൽ നിന്നുള്ള ചരക്കുകൾക്ക് 25% തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ ശനിയാഴ്ചത്തെ നീക്കം US-ലേക്കുള്ള ഫെന്റനൈലിന്റെ ഒഴുക്ക് തടയാനും ഇരു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ ഉദ്ദേശിച്ചാണെന്നും ലുട്നിക് വിശദീകരിച്ചു. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലക്കുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരുൺ കെജ്രിവാൾ. ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ച കടുത്ത വിമർശനത്തിന് പിന്നാലെയാണ് 14 പേജുള്ള വിശദീകരണ കത്ത് കെജ്രിവാൾ കൈമാറിയത്. ജലശുദ്ധീകരണ പ്ലാന്റുകൾക്ക് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ കഴിയാൻ സാധിക്കാത്ത തരത്തിൽ യമുനയിലെ അമോണിയ അളവ് ഉയർന്നതായാണ് കെജ്രിവാളിന്റെ നിലപാട്. കെജ്രിവാളിൻ്റെത് നാണംകെട്ട നിലപാടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയിൽ നിന്നും പിടിച്ചെടുത്ത തൊണ്ടി മുതൽ തമിഴ്നാടിന് ഇനി കൊണ്ടുപോകാമെന്ന് കോടതി ഉത്തരവ്. ബംഗളൂരുവിലെ CBI കോടതിയുടെ ഉത്തരവ്. തൊണ്ടി മുതലിൽ ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ദീപയും ദീപക്കും അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ ഹർജി തള്ളിയതോടെയാണ് സ്വത്തുക്കൾ തമിഴ്നാട് സർക്കാരിന് കൈമാറുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പിടിച്ചെടുത്തവയാണ് ഈ തൊണ്ടി മുതൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയിൽ PV അൻവർ ഒടുവിൽ പങ്കെടുക്കും. പ്രചരണ ജാഥ നിലമ്പൂരിലെത്തുമ്പോൾ അൻവറും ജാഥയുടെ ഭാഗമാകും. എടക്കരയിലെയും കരുവാരക്കുണ്ടിലെയും യോഗങ്ങളിലാണ് അൻവർ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് ഈ ജാഥയിൽ തന്നെ സഹകരിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അൻവർ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചത്. സ്ത്രീ പുരുഷ തുല്യത അംഗീകരിക്കില്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMS സലാമിന്റെ പരാമർശത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും ആ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. സലാം പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാകാമെന്നും യോജിപ്പില്ലെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം സ്ത്രീ പുരുഷ തുല്യതയെ അംഗീകരിക്കുന്നില്ലെന്നും സാമൂഹ്യനീതിയാണ് വേണ്ടതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞിരുന്നു. ഏറെ വിവാദമായിരുന്നു സലാമിന്റെ ഈ പ്രസ്താവന. കേരളത്തിലെ മാറിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്യനിർമ്മാണശാല അനുവദിക്കുന്ന കാര്യം കേരളത്തിൽ ആരും അറിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബ്രൂവറി അനുമതിയെക്കുറിച്ചുള്ള വിഷയത്തിൽ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സതീശൻ. മദ്യനയം മാറിയത് കേരളത്തിൽ ഒരു ഡിസ്റ്റിലറിയും അറിഞ്ഞില്ല. എന്നാൽ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഒയാസിസ് കമ്പനി ഇത് എങ്ങനെ അറിഞ്ഞെന്നാണ് സതീശൻ ചോദിച്ചത്. ഇതിനായി ഒരു അപേക്ഷയും ക്ഷണിച്ചില്ല. എന്നാൽ ഇവരുടെ അപേക്ഷ മാത്രം സ്വീകരിച്ചു. ഒരു വകുപ്പും അറിയാതെ നടപടിക്രമങ്ങളുമായി എക്സൈസ് വകുപ്പ് രഹസ്യമായി മുന്നോട്ട് പോയെന്നും ഇത് സുതാര്യമാണോ എന്നും സതീശൻ ചോദിച്ചു. ICT അക്കാദമി ഓഫ് കേരളയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. പഠന മികവ് ഉയർത്തുക, നൈപുണ്യ വികസനം, വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് കുസാറ്റും ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, UL സൈബർ പാർക്ക് എന്നീ IT പാർക്കുകളിൽ പ്രവർത്തിച്ചു വരുന്ന ICT അക്കാദമിയും സഹകരിക്കുന്നത്. കുസാറ്റ് ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ M നുജൈദ് ബുഷീറി, രജിസ്ട്രാർ ഡോക്ടർ അരുൺ AU, ICT അക്കാദമി ഓഫ് കേരളയുടെ CEO മുരളീധരൻ മന്നിങ്ങൽ എന്നിവർ ചേർന്ന് ധാരണാപത്രം കൈമാറി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽ രംഗവും തമ്മിലുള്ള വിടവ് നികത്തുന്നതിനുള്ള സംയുക്ത പദ്ധതികൾ, നൂതന പരിശീലനങ്ങൾ, വ്യാവസായിക അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയാണ് ധാരണാപത്രം ലക്ഷ്യമിടുന്നത്. പ്രധാന സംരംഭങ്ങളിൽ നൈപുണ്യ പരിശീലനം, ഇന്റേൺഷിപ്പുകൾ, ഹാക്കത്തോണുകൾ, ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകൾ, സംയുക്ത ബിരുദ അവസരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നൈപുണ്യ പരിശീലനം,
ഇന്റേൺഷിപ്പുകൾ, വ്യവസായ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുള്ള പ്രോഗ്രാമുകൾ എന്നിവ ICT അക്കാദമി ഓഫ് കേരള നൽകുമ്പോൾ ഇവ ഫലപ്രദമായി നടപ്പാക്കാൻ ആവശ്യമായ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം, ഇൻസ്റ്റിറ്റ്യൂഷൻ പിന്തുണ എന്നിവയും കുസാറ്റ് ഉറപ്പാക്കും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം £1 107.66 ഇന്ത്യൻ രൂപ, $1 86.57 രൂപ, €1 90.17 രൂപ, £1 $1.24. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീമുകളിൽ ഇത്തവണ 4 മലയാളികൾ ഉൾപ്പെട്ടു. ആഷിഖ് അലി, ഫിറാസ് മുഹമ്മദ്, KL മൻസൂർ, വിവേക് കെ മോൻ എന്നിവരാണ് താരലേലം വഴി 3 ടീമുകളിലേക്ക് എത്തിയത്. സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന്റെ 2ാം സീസൺ റിപ്പബ്ലിക് ദിനത്തിൽ മുംബൈയിൽ തുടക്കമായി. ആഷിഖ് അലിയെ 2ാം സീസണിലും ബാംഗ്ലൂർ സ്ട്രൈക്കേഴ്സ് നിലനിർത്തി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരിൽ ബോളറായ ആഷിഖ് അലിക്കാണ് താരമൂല്യം കൂടുതൽ. 6 ലക്ഷം രൂപയ്ക്കാണ് ആഷിഖിനെ ടീം നിലനിർത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൻസാസിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസ് യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് പൊട്ടോമിക് നദിയിൽ വീണ് 19 മൃതദേഹം ഇതുവരെ കണ്ടെടുത്തു. US ഫിഗർ സ്കേറ്റിംഗ് ടീമിലെ അത്ലറ്റുകളും പരിശീലനം ഉൾപ്പെടെ വിമാനത്തിൽ 60 യാത്രക്കാർ. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ത്യയിൽ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30ആയി. പരിക്കേറ്റത് 60 പേർക്ക്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3-അംഗ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഫ്രഞ്ച് ആൽപ്സിൽ ഹിമപാതത്തിൽ 5 സ്കീമർ മരിച്ചു. 4 നോർവീജിയൻകാരും 1 സ്വിസ് പൗരനുമാണ് കൊല്ലപ്പെട്ടത്. എയർ ഇന്ത്യ കൊച്ചി ലണ്ടൻ നേരിട്ടുള്ള വിമാന സർവീസ് വരുന്ന ഏപ്രിൽ 1 മുതൽ റദ്ദാക്കാനൊരുങ്ങിയ എയർ ഇന്ത്യ നിലപാടിനെതിരെ പ്രവാസികളുടെ പ്രതിഷേധം രൂക്ഷം. കണ്ണിച്ചോരയില്ലാത്ത എയർ ഇന്ത്യ എന്ന് പ്രവാസികൾ. റോസ്ലെയർ യൂറോപ്പ് പോർട്ടിൽ കണ്ടെയ്നറിൽ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 6 അഭയാർത്ഥികൾക്ക് പ്രവേശന അനുമതി നിഷേധിച്ച എയർലൈൻ. ലിബിയൻ യുദ്ധപ്രഭുവിനെ തിരിച്ചയച്ചതിൽ അന്വേഷണം നേടുകയാണ് താനെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. വിമത നേതാവ് അഹമ്മദ് അൽ ഷറ സിറിയയുടെ ട്രാൻസിഷണൽ പ്രസിഡന്റായി ചുമതലയേറ്റു. ഗോണ്ടിനാമോ ബേയിൽ കുടിയേറ്റ തടങ്കൽ കേന്ദ്രം തുറക്കാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ്. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലക്കുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വിശദീകരണം നൽകി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.